വെൽക്കം ടു മൈ ചാനൽ പാരാമെഡിക്കൽ സ്റ്റഡി. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക്. സെല്ലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് അല്ലേ. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് ആണ്. ഇനി പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോക്യാരിയോട്ടിക് സെൽസ് ആർ സെൽസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. പ്രോക്യാരിയോട്ടിക് സെൽസിനുള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. എന്ത് കാണുന്നില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് എന്ത്? പ്രോക്യാരിയോട്ടിക് സെൽ. ഇനി യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ്. എന്താണ്? സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് എന്ത്? യൂക്യാരിയോട്ടിക് സെല്ല്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലെന്ന് പറയുന്നത് എന്താണ്? പ്രോക്യാരിയോട്ടിക്. അപ്പോൾ യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് വിത്തൗട്ട് എ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ അല്ലേ. ഇനി യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാലോ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഉള്ള സെല്ല്, അതാണ് യൂക്യാരിയോട്ടിക് സെല്ല്. ദെൻ യൂക്യാരിയോട്ടിക് സെൽസ് ഹാവ് അതർ ഓർഗനൽസ്. എന്തുണ്ട്? യൂക്യാരിയോട്ടിക് സെല്ലിനകത്ത്, അതായത് ന്യൂക്ലിയസ് ഉള്ള സെല്ലിന് എന്തുണ്ട്? ഓർഗനൽസ് പ്രസൻ്റ് ആണ്. ഓർഗനൽസ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ഓർഗൻ അല്ലേ. അതാണ് ഞാൻ സെല്ലിൻ്റെ ടോപ്പിക്ക് നേരത്തെ കവർ ചെയ്തപ്പോഴത്തേക്ക് വീഡിയോയിൽ നമ്മൾ സെല്ലിനെ പറ്റി, സെല്ലിൻ്റെ സ്ട്രക്ചറും ഓർഗനൽസും ഒക്കെ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? എന്താണ്? യൂക്യാരിയോട്ടിക് സെൽസ് ഹാവ് അതർ ഓർഗനൽസ്. എന്താണ്? യൂക്യാരിയോട്ടിക് സെൽസിനകത്ത് എന്തുണ്ട്? അതർ ന്യൂക്ലിയസ് കൂടാതെ സ്മോൾ ഓർഗൻസും ഉണ്ട്. എന്തുണ്ട്? സ്മോൾ ഓർഗൻസും കാണപ്പെടുന്നു. പക്ഷേ ന്യൂക്ലിയസ് ഇല്ലാത്ത, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലാണ് പ്രോക്യാരിയോട്ടിക് സെൽ. ആ സെല്ലിനുള്ളിൽ എന്ത് കാണപ്പെടുന്നില്ല? ഓർഗനൽസ് ഇല്ല. റൈബോസോം ഉണ്ട്. റൈബോസോംസ് ഉണ്ട്. ഓർഗനൽസ് ബാക്കിയുള്ള സ്മോൾ ഓർഗൻസ് ഒന്നുമില്ല. റൈബോസോം മാത്രമേ ഉള്ളൂ. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. എന്താണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതാണ് പ്രോക്യാരിയോട്ടിക് ആൻഡ് യൂക്യാരിയോട്ടിക് സെൽസ്. ഇതാണ് പ്രോക്യാരിയോട്ടിക് സെൽസ്, അതായത് ഒറ്റ സെല്ലേ ഉള്ളൂ അല്ലേ. സിംഗിൾ സെല്ലുലാറാണ്, അല്ലെങ്കിൽ യൂണി സെല്ലുലാർ ഓർഗാനിസമാണ്. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയോയിഡ് അല്ലേ. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ ഈ DNA കാണപ്പെടുന്ന അല്ലേ, DNA കാണപ്പെടുന്ന ആ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഉണ്ട്, അതായത് സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്ത്? സൈറ്റോപ്ലാസം. ദെൻ റൈബോസോം കാണപ്പെടുന്നു. എന്തൊക്കെയാണുള്ളത്? ന്യൂക്ലിയോയിഡ്, അതായത് DNA കാണപ്പെടുന്ന പോർഷനാണ് ന്യൂക്ലിയോയിഡ്. പിന്നെ എന്താണുള്ളത്? റൈബോസോം ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ഇതിനെ കവർ ചെയ്ത മെംബ്രെയിൻ ഉണ്ട്, ക്യാപ്സ്യൂളുണ്ട് അല്ലേ. മെംബ്രെയിൻ ഉണ്ട്, സെൽ വോൾ ഉണ്ട്, ക്യാപ്സ്യൂളുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് പ്രോക്യാരിയോട്ടിക് സെൽസിൽ കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? റൈബോസോം ഉണ്ട്, ക്യാപ്സ്യൂളുണ്ട്, സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്. ഈ ന്യൂക്ലിയോയിഡിനുള്ളിൽ DNA കാണപ്പെടുന്ന ആ ഒരു റീജിയനാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് തുടയ്ക്കാം, റബ്ബ് ചെയ്ത് കളയാം. ദെൻ ഈ യൂക്യാരിയോട്ടിക് സെല്ലെന്ന് കണ്ടോ? മോർ കോംപ്ലെക്സ് സെല്ലാണ്. ഇതെങ്ങനെയുള്ള സെല്ലാണ്? മോർ കോംപ്ലെക്സ് സെല്ലാണ്. ഇതിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. യൂക്യാരിയോട്ടിക് സെൽസിന് എങ്ങനെയുള്ള സെല്ലാണ്? ന്യൂക്ലിയസ് ഉള്ള സെല്ലാണ് യൂക്യാരിയോട്ടിക് സെൽസ് അല്ലേ. ഇത് ലാർജ് ആൻഡ് മോർ കോംപ്ലെക്സ് ആണ്. എന്തിനെ അപേക്ഷിച്ച്? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്മോൾ ഒരു സെല്ലാണ് അല്ലേ. സിമ്പിളായിട്ടുള്ള സ്മോൾ സെല്ലാണ്. പക്ഷേങ്കിൽ യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇച്ചിരി ലാർജ് ആണ്, മോർ കോംപ്ലെക്സ് ആണ് അല്ലേ. സ്മോൾ ഓർഗൻസ് അതിനകത്തുണ്ട് അല്ലേ. ഒരുപാട് ഓർഗൻസ് അതിനുള്ളിൽ കാണപ്പെടുന്നു. അപ്പം ഇതിനെന്തുണ്ട്? ന്യൂക്ലിയസും ഉണ്ട്. എന്താണ് പ്രത്യേകത? ന്യൂക്ലിയസ് ഉള്ള സെല്ലാണ് യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇനിയും ഇതാണ് ന്യൂക്ലിയസ്. ഈ യൂക്യാരിയോട്ടിക് സെൽസിലെ ന്യൂക്ലിയസ് ഇതാണ്. ഈ ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ജനറ്റിക് മെറ്റീരിയൽസ് അല്ലേ. DNA കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ഇനിയും ന്യൂക്ലിയസിനുള്ളിൽ ഒരു സ്മോൾ ബോഡി കാണപ്പെടുന്നില്ലേ, അതെന്താണ്? ന്യൂക്ലിയോലസ്. എന്താണത്? ന്യൂക്ലിയോലസ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് യൂക്യാരിയോട്ടിക് സെല്ലെന്ന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്.
ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, ന്യൂക്ലിയസിനെ കവർ ചെയ്ത് എന്തുണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, DNA കാണപ്പെടുന്നു അല്ലേ. എന്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ്, DNA കാണപ്പെടുന്നു. ദെൻ അതിനുള്ളിൽ ഒരു സ്മോൾ ബോഡി കാണപ്പെടുന്നത് എന്താണ്, ന്യൂക്ലിയസ് ആണ്. എന്താണത്, ന്യൂക്ലിയസ്. അതിനുള്ളിൽ കാണപ്പെടുന്ന സ്മോൾ ബോഡി എന്താണ്, ന്യൂക്ലിയോലസ്. എന്താണത്, സ്മോൾ ബോഡി ന്യൂക്ലിയോലസ്. ഈ ന്യൂക്ലിയോലസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, റൈബോസോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഈ സ്മോൾ ബോഡിക്കുള്ളിലാണ് അല്ലേ. അതായത് ഈ ന്യൂക്ലിയോലസിനുള്ളിലാണ് എന്ത്, റൈബോസോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ന്യൂക്ലിയസിന് വെളിയിൽ തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു, അതിനോട് ചേർന്ന് തന്നെ കാണപ്പെടുന്നത് എന്താണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് കാണപ്പെടുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദെൻ ഗോൾജി ബോഡി. എന്തുണ്ട്, ഗോൾജി ബോഡി. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ സ്മോൾ ഓർഗനൽസിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് സെല്ലിൻ്റെ ടോപ്പിക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകും. ദെൻ എന്താണ്, ന്യൂക്ലിയസിനോട് ചേർന്ന് എന്താണ് കാണപ്പെടുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി, സൈറ്റോപ്ലാസം. എന്തുണ്ട്, ഈ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് എന്ത്, സൈറ്റോപ്ലാസം. മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ. ദെൻ മെംബ്രെയിൻ ഉണ്ട്. എന്താണ്, സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇതിനെ കവർ ചെയ്തുള്ള മെംബ്രെയിൻ എന്താണ്, സെൽ മെംബ്രെയിൻ. ദെൻ റൈബോസോം, ലൈസോസോം, അങ്ങനെ എന്തൊക്കെയുണ്ട്, സ്മോൾ ഓർഗനൽസ് ഉണ്ട് അല്ലേ. മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സെല്ലാണ് എന്ത്, യൂക്യാരിയോട്ടിക് സെൽസ്. എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിനുള്ളിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഈ DNA ഉള്ളിലാണ് കാണപ്പെടുന്നത്, യൂക്യാരിയോട്ടിക് സെല്ലിനുള്ളിൽ. ദെൻ അതിന് വെളിയിൽ, അതായത് ന്യൂക്ലിയസിന് വെളിയിൽ എന്ത് കാണപ്പെടുന്നു, സ്മോൾ ഓർഗൻസ് കാണപ്പെടുന്നു അല്ലേ. ഇത് എങ്ങനെയുള്ള സെല്ലാണ്, ഇറ്റ്സ് എ ലാർജ് സെൽ. പ്രോക്യാരിയോട്ടിക് സെല്ലിനെ അപേക്ഷിച്ച് എന്താണ്, ലാർജ് ആണ്, മോർ കോംപ്ലെക്സ് ആണ് അല്ലേ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. അപ്പോൾ പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ടുള്ള സെല്ലാണ്. എങ്ങനെയുള്ള സെല്ലാണ്, സിമ്പിൾ സെല്ലാണ്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, സ്മോൾ ആണ്, സിമ്പിളാണ് അല്ലേ, വളരെ സ്മോളുമാണ്, സിമ്പിളാണ്. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, സൈറ്റോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോയിഡ് റീജിയണിൽ എന്ത്, DNA കാണപ്പെടുന്നു. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് ഈ DNA കാണപ്പെടുന്നത്. ദെൻ റൈബോസോം, സെൽ വോൾ ഒക്കെ അല്ലേ, ഇതിന് സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, റൈബോസോം ഉണ്ട്, DNA ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ. ഇത്രയുമാണ് പ്രോക്യാരിയോട്ടിക് സെല്ലിനുള്ളത്. പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, സ്മോളാണ്. അതിനുള്ളിൽ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല, സ്മോൾ ഓർഗൻസും ഇല്ല, എക്സെപ്റ്റ് റൈബോസോം ഉണ്ട്. പക്ഷേ അതർ ഓർഗനൽസ് ഒന്നും ഈ ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിനകത്തില്ല. യൂക്യാരിയോട്ടിക് സെല്ലിനകത്ത് എന്തുണ്ട്, ഓർഗനൽസ് പ്രസൻ്റ് ആണ്, ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് അല്ലേ. ഇത് കുറച്ച് ലാർജാണ്, മോർ കോംപ്ലെക്സ് സെല്ലാണ്. ദെൻ ഓൾ സെൽസ് ഓൺ എർത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ് അല്ലേ. നമ്മുടെ ഈ എർത്തിൽ കാണപ്പെടുന്ന സെല്ലുകളെല്ലാം 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്, പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. 2 സെല്ലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോക്യാരിയോട്ട് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസും അതർ സ്മോൾ ഓർഗനൽസും ഇല്ല അല്ലേ. എന്തില്ല, അതിന് ന്യൂക്ലിയസും ഇല്ല, സ്മോൾ ഓർഗൻസും അതിനുള്ളിൽ കാണപ്പെടുന്നില്ല. അത് വളരെ സ്മോൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള സെല്ലാണ്. ഇനി യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസും പ്രസൻ്റ് ആണ് അതിനുള്ളിൽ. അത് കുറച്ച് വലുതുമാണ്, ലാർജ് ആൻഡ് മോർ കോംപ്ലെക്സുമാണ്. ഇനി പ്രോക്യാരിയോട്ടിക് സെൽസ് ആർ ഓൾവേസ് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് അല്ലേ. പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത് എന്താണ്, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ആൻഡ് മേ ബി ബാക്ടീരിയ ഓർ ആർക്കെ അല്ലേ. അപ്പോൾ ഇത് ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഓർഗാനിസമാണ്, ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസമാണ് അല്ലേ. അതിനെന്താണ്, ബാക്ടീരിയ ആൻഡ് ആർക്കെ പോലുള്ള ഇതിലാണ് എന്ത് കാണപ്പെടുന്ന, പ്രോക്യാരിയോട്സ് ആർ ഓൾവേസ് യൂണിസെല്ലുലാറാണ്, ഒറ്റ സെല്ല് മാത്രമേ, യൂണിസെല്ലുലാർ ഓർഗാനിസം, ഒരു സെല്ലുള്ള ഓർഗാനിസമാണ് അല്ലേ. ഇനി യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. എങ്ങനെയുള്ളതായിരിക്കാം, യൂണിസെല്ലുലാർ ആയിരിക്കാം ഓർ മൾട്ടി സെല്ലുലാർ ബി ആയിരിക്കാം. ഒറ്റ സെല്ലുകളുള്ള ഇതും കാണും, ഒരുപാട് സെല്ലുകൾ ഉള്ളതും കാണും. ആൻഡ് ഇൻക്ലൂഡ് പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗൈ ആൻഡ് പ്രോട്ടീസ് ആർ ഓർ മെയ്ഡപ്പ് ഓഫ് യൂക്യാരിയോട്ടിക് സെൽ. അപ്പോൾ യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂക്യാരിയോട്ടിക് സെൽ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഇൻക്ലൂഡ് എന്തിലൊക്കെയാണ് കാണപ്പെടുന്നത്, ഇത് ആനിമൽസ്, പ്ലാന്റ്സിൽ, ഫംഗയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്.
ദെൻ ഇതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ഓൺലി ഹാവ് എ സിംഗിൾ സെൽ. എങ്ങനെയുള്ള ഓർഗാനിസമാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്? ദാറ്റ് ഹാവ് ഓൺലി എ സിംഗിൾ സെൽ. ദെൻ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് അമീബ എങ്ങനെയുള്ളതാണ്? സിംഗിൾ സെല്ലാണ് അല്ലേ? എങ്ങനെയുള്ള സെല്ലാണ്? സിംഗിൾ സെല്ലാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ബാക്ടീരിയ എന്താണ്? ഇതും യൂണിസെല്ലുലാറാണ്, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഈ ഓർഗാനിസത്തിന് എത്ര സെല്ലുകൾ മാത്രമേ ഉള്ളൂ? ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ യൂണിസെല്ലുലാർ എന്ന് വിളിക്കുന്നത് അല്ലേ? പാരമീസിയം എങ്ങനെയുള്ളതാണ്? ഒറ്റ സെല്ലാണ്. എങ്ങനെയാണ്? ഒറ്റ സെൽ, യൂണിസെല്ലുലാർ ആണ്. ദെൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്തൊക്കെയാണ്? ഓർഗാനിസം കൺസിസ്റ്റ് ഓഫ് മെനി സെൽസ് അല്ലേ? ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ട് അല്ലേ? ഒന്നാകാം, അതിൽ കൂടുതലുമാകാം. അതെന്താണ്? ഇപ്പം ഇതിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എങ്ങനെയുള്ള ഓർഗാനിസമാണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അമീബ, ബാക്ടീരിയ, പാരമീസിയം അല്ലൊക്കെ. മൾട്ടി സെല്ലുലാർ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ദെൻ ഈ എന്താ പറയുക, പ്രോക്യാരിയോട്ടിക് സെൽസിലും യൂക്യാരിയോട്ടിക് സെൽസിനും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, ഈ രണ്ട് സെല്ലുകളിലും കോമൺ ആയിട്ട് എന്ത് കാണപ്പെടുന്നു? DNA കാണപ്പെടുന്നു അല്ലേ? ഇപ്പം പ്രോക്യാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല എങ്കിലും സൈറ്റോപ്ലാസത്തിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഇപ്പോൾ ഇത് പ്രോക്യാരിയോട്ടിക് സെൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ? ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ DNA കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. യൂക്യാരിയോട്ടിക് സെല്ലിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ദെൻ ഹാവ് റൈബോസോം. രണ്ടിനകത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എന്താണ്? റൈബോസോം ഉണ്ട്. എന്തുണ്ട്? റൈബോസോം ഉണ്ട്. ദെൻ റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്? പ്രോട്ടീൻ സിന്തസിസ്. രണ്ടിനും എന്ത് ആവശ്യമുണ്ട്? ഇപ്പം പ്രോക്യാരിയോട്ടിക് സെൽസ് ആണെങ്കിലും യൂക്യാരിയോട്ടിക് സെൽസ് ആണെങ്കിലും പ്രോട്ടീൻ ആവശ്യമാണ് അല്ലേ? അതിൻ്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ ബോത്ത് സെൽസ് ഹാവ് DNA ഓർ റൈബോസോം. രണ്ടും എന്തൊക്കെയാണ്? DNA ഉണ്ട്, റൈബോസോം ഉണ്ട്, സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ. ഇത്രയുമാണ് രണ്ട് സെല്ലുകളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ബോത്ത് ഹാവ് DNA, റൈബോസോം, സൈറ്റോപ്ലാസം ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. അതിന് കവർ ചെയ്ത് എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സെല്ലിനുള്ളിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ? തിക്ക് ജെല്ലി ഫ്ലൂയിഡാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലേ? റൈബോസോം രണ്ടിനുള്ളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പിന്നെ എന്താണ്? റൈബോസോം ഉണ്ട്, DNA ഉണ്ട്. ജെനറ്റിക് മെറ്റീരിയലാണ് DNA. അപ്പം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രോക്യാരിയോട്ടിക് സെൽസിലും യൂക്യാരിയോട്ടിക് സെൽസിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? DNA, റൈബോസോം, സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ. ഇത്രയുമാണ് ഇതിന് രണ്ടിനുള്ളിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി പ്രോക്യാരിയോട്ടിക് സെൽസ് എന്തൊക്കെയാണ്? പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾഡസ്റ്റ് സെൽ ടൈപ്പ്. അതായത് നമ്മുടെ ഈ ലോകത്ത് ആദ്യമായിട്ട് കാണപ്പെട്ട സെൽസ് എന്നറിയപ്പെടുന്ന വിചാരിക്കുന്നത് ഏതാണ്? ഈ പ്രോക്യാരിയോട്ടിക് സെല്ലാണ് അല്ലേ? ആദ്യം ഭൂമിയിൽ ഉണ്ടായ സെല്ലെന്ന് കരുതപ്പെടുന്നത് ഈ പ്രോക്യാരിയോട്ടിക് സെൽസ് ആണ്. അത് ഓൾഡസ്റ്റ് സെൽ ടൈപ്പാണ്. സ്മോൾ ആൻഡ് സിമ്പിളാണ്. എങ്ങനെയാണത്? വളരെ സ്മോളാണ്, സിമ്പിൾ സെല്ലാണ്. ദെൻ ലാക്ക് ന്യൂക്ലിയസ്. എന്തില്ല അതിനുള്ളിൽ? ന്യൂക്ലിയസ് ഇല്ല. ഓർഗനൽസും ഇല്ല. എന്തില്ല? ലാക്ക് ഓഫ് ഓർഗനൽസ്. സിംഗിൾ സെൽഡ്. എങ്ങനെയുള്ള സെല്ലാണ്? സിംഗിൾ സെൽഡാണ്. ഒറ്റ സെല്ല് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ക്രോമസോം കാണപ്പെടുന്നത് എങ്ങനെയാണ്? സർക്കുലർ ക്രോമസോമാണ്. ഇതിനുള്ളിൽ എങ്ങനെയാണ് ക്രോമസോം കാണപ്പെടുന്നത്? സർക്കുലർ ആണ് അല്ലേ? എങ്ങനെ കാണപ്പെടുന്നു? സർക്കുലർ കാണപ്പെടുന്നു. ഇനി യൂക്യാരിയോട്ടിക് സെൽസിൽ ലാർജർ ആൻഡ് മോർ കോംപ്ലെക്സ് ആണ് അല്ലേ? ഈ സെല്ലെന്ന് പറയുന്നത് എന്താണ്? ഇൻവോൾവ് ഫ്രം പ്രോക്യാരിയോട്സിൽ നിന്ന് ഇൻവോൾവ് ആയി. ഇത് ലാർജ് ആണ് ആൻഡ് മോർ കോംപ്ലെക്സ് ആണ്. ഇൻവോൾവ്ഡ് ഫ്രം പ്രോക്യാരിയോട്സ് ഇറ്റ് ഈസ് ലാർജ് ആൻഡ് മോർ കോംപ്ലെക്സ് സെൽ അല്ലേ? യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? ലാർജ് ആണ്, മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. കണ്ടെയ്ൻ ന്യൂക്ലിയസ്. എന്തുണ്ട് അതിനുള്ളിൽ? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. കണ്ടെയ്ൻ ഓർഗനൽസ് അല്ലേ? സ്മോൾ ഓർഗൻസിനാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൽസ് എന്ന് പറയുന്നത്. സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന സ്മോൾ ഓർഗൻസിന് നമ്മൾ ഓർഗനൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യൂക്യാരിയോട്ടിക് സെല്ലിനകത്ത് എന്തുണ്ട്? ഓർഗനൽസ് ഉണ്ട്. സിംഗിൾ സെൽഡ് ഓർ മൾട്ടി സെല്ലുലാർ. ഇത് എങ്ങനെയുള്ളതാണ്? സിംഗിൾ സെൽ ആകാം ഓർ മൾട്ടി സെല്ല് ആകാം അല്ലേ? മൾട്ടി സെല്ലുലാർ ഓർ സിംഗിൾ സെല്ലുലാർ ഓർ എന്താണ്? യൂക്യാരിയോട്സ് അല്ലേ? സെല്ലുകളാണ്.
ദെൻ മൾട്ടിപ്പിൾ ലൈനിയർ ക്രോമസോം. ഇതിൻ്റെ ക്രോമസോം എങ്ങനെയാണ് കാണപ്പെടുന്നത്? മൾട്ടിപ്പിൾ ലൈനിയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തൊക്കെയാണുള്ളത്? യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന എന്തൊക്കെയാണുള്ളത്? DNA ഉണ്ട്, റൈബോസോം ഉണ്ട്, സൈറ്റോപ്ലാസം ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. യൂക്യാരിയോട്ടിക് സെല്ലും പ്രോക്യാരിയോട്ടിക് സെല്ലും അല്ലേ. അപ്പോൾ യൂക്യാരിയോട്ടിക് സെല്ല് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സ്മോൾ ഓർഗൻസും ഇതിനുള്ളിൽ കാണപ്പെടുന്നു അല്ലേ. ന്യൂക്ലിയസിനുള്ളിലാണ് ഇതിൻ്റെ DNA കാണപ്പെടുന്നത്. പക്ഷെങ്കിൽ പ്രോക്യാരിയോട്ടിക് സെൽ എന്താണ്? ഇത് സിമ്പിളാണ്, സ്മോളാണ്. അപ്പോൾ ഇതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിനുള്ളിൽ, അതായത് ഈ ഫ്ലൂയിഡിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത് അല്ലേ. ഇതിന് ന്യൂക്ലിയസ് ഇല്ല. എന്തില്ല? ഇതിന് ന്യൂക്ലിയസ് ഇല്ല. റൈബോസോം ഉണ്ട്. എന്തുണ്ട്? റൈബോസോമാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. DNA ഉണ്ട്. DNA സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് കാണപ്പെടുന്നത്. സെൽ വോളുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഇതിന് എന്തുണ്ട്? ക്യാപ്സ്യൂളുണ്ട്. Thank you for watching. Subscribe my channel. See you on next video.